ശുപാർശ ചെയ്യാൻ അനുവാദം തന്ന ആദ്യം ഞാൻ കൈപിടിച്ച് സ്വർഗത്തിൽ കയറ്റുന്നത് സുമയ്യ നിന്നെ ആയിരിക്കും മോളെ. കൈവിട് നാളെ ഞാൻ ആദ്യം കൈപിടിക്കുന്നത് നിന്നെ ആയിരിക്കും. സ്വർഗമെന്ന് കേട്ടു സുമയ്യ കൈവിട്ടു. സ്വർഗത്തിന്റെ മുമ്പിൽ ഏത് ഭർത്താവ്, സ്വർഗത്തിന്റെ മുമ്പിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഏതാണ് സ്വപ്നമുള്ളത്? ഗുൽഷന ജന്നത്തു മദ്ഫനുഹു വാദിയ ഐമനു മസ്കനുഹു. സ്വർഗത്തിന്റെ വലത്തെ താഴ്വരയിൽ ഒരു വീട് കിട്ടുമെങ്കിൽ പിന്നെ എന്ത് സ്വപ്നമാണുള്ളത്? അതിനപ്പുറത്തേക്ക് എന്ത് സ്വപ്നമാണുള്ളത്? സുമയ്യ കൈയയച്ചു. യാസർ വെളിയിലോട്ടിറങ്ങി. എടവണ്ണപ്പാറയിൽ സുബഹിയുടെ നേരം ആക്രോശം മുടങ്ങി. 14 തുണ്ടമായി യാസിർ വെട്ടിമുറിക്കപ്പെട്ട് എടവണ്ണപ്പാറയിലെ ദേശീയ പാതയില് സഹോദരങ്ങളെ കഴുത്തിന് വെട്ടേറ്റ് രക്തമൊഴുകുകയാണ്. ആ സമയത്ത് യാസിറിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, യാസിറിന്റെ തൊണ്ടയിലൂടെ രക്തമൊഴുകുന്നു, കൈ മുറിക്കപ്പെട്ടു, കാല് മുറിക്കപ്പെട്ടു. 3 വർഷം മുസ്ലിമായിട്ട് ജീവിച്ച ചെറുപ്പക്കാരൻ അവിടെ കിടന്നിട്ട് ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ അടുത്തു പോയി നോക്കിയപ്പോ വെള്ളം വേണോ യാസറെ? ആ സമയത്ത് യാസിർ പറഞ്ഞത് എന്തെന്നറിയോ? യാസർ ഓതിയത് ഖുർആന്റെ ഒരായത്താണ്. മതലുൽ ജന്നത്തില്ലതീ വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ. നാളെ സ്വർഗത്തിൽ പയലിന്റെ പുഴയുണ്ട്, നാളെ സ്വർഗത്തിൽ തേനിന്റെ പുഴയുണ്ട്, നാളെ സ്വർഗത്തിൽ കട്ടിത്തേനിന്റെ പുഴയുണ്ട്. അവിടെ നിന്ന് ഞാൻ കുടിച്ചു കൊള്ളാമെന്ന്. സഹോദരങ്ങളെ, മലപ്പുറത്തെ ദേശീയ പാതയിൽ മറന്നു കിടന്നിട്ട് ഖുർആനോദി ഷഹീദായി യാസർ. എന്തൊരു പ്രതിഫലമാണിത്! അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ഒരു ഷഹീദ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ നാളെ സ്വർഗത്തിൽ കിട്ടാനുള്ള അവന്റെ പ്രതിഫലം അല്ലാഹു അവന്റെ മുമ്പിൽ കാണിക്കുമെന്ന്. മലപ്പുറത്തെ എടവണ്ണപ്പാറയിലെ ദേശീയ പാതയിൽ മറന്നു കിടക്കുമ്പോ ആ മനുഷ്യൻ സ്വർഗം കണ്ടിട്ടല്ലേ ആയത്തോതിയത്. അതുകൊണ്ട് ലോകത്തിലെ അഭിനവ ഫറോവമാരുടെ നടുവിൽ വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ, ഫറോവയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് റജുലായി മാറണം, ആണത്തമുള്ള ആൺകുട്ടിയായി മാറണം. വജഅലനീ മിനൽ മുകറമീൻ, അല്ലാഹു നിങ്ങളെ ആദരിക്കുന്നവരിൽ പെടുത്തും. 2 പ്രതിഫലം. അല്ലാഹു നമ്മളെ ആദരിച്ചാലുള്ള പ്രതിഫലം എന്താ? ആദരിച്ചാലുള്ള പ്രതിഫലം അല്ലാഹു ആദരിച്ചവനെ നന്നായിട്ട് മരിച്ചിട്ടുള്ളൂ. പൊന്നു ചെറുപ്പക്കാരെ, നന്നായിട്ട് മരിക്കാൻ കഴിയും. അല്ലാഹു ആദരിച്ചവരെ നന്നായിട്ട് മരിച്ചിട്ടുള്ളൂ. ഒരു ദിവസം മരിക്കും. എപ്പോഴാണ് മരിക്കുക? മലദ്ദഹ്റു വല്ലയ്യാമു വൽ ഖൽബു ഗാഫിലു വജാ റസൂലുൽ മൗതി വദംബു ഹാസിലു ഫനഈമുക ഫി